ഈ ഡ്രൈവർ കേൾക്കണം. അപ്പോൾ ഡ്രൈവർ എന്നെ വിളിച്ചിട്ട് ചേച്ചി ഇങ്ങനെ. അപ്പം ഞാൻ ഇല്ല, ഹൈക്കോടതിനെ ധിക്കരിക്കാൻ ആർക്കും പറ്റില്ല, നമ്മൾ വേറൊന്നും അല്ലല്ലോ, അതിനുള്ള ഫുഡല്ലേ കൊണ്ടുവരുന്നത്. എൻ്റെ അടുത്ത് വിപിൻ ചന്ദ്ര സാർ പറഞ്ഞാണോ ഇവർ കുറേ നിയമവും പഠിച്ചിട്ട് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള, അങ്ങനെ ചിരിച്ച് വെറുതെ കളയും, നീ എല്ലാം വാരിക്കെട്ടി പൊക്കോണം. എൻ്റെ അടുത്ത് ആദ്യം പോയപ്പോൾ പറഞ്ഞൊരു കാര്യം ഇതാണ്, പന്നിക്ക് ഫുഡ് കൊടുക്കണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അങ്ങനെയാണെങ്കിൽ നീ കുറച്ച് വിഷം വാങ്ങി അതിനിട്ടോടും. 55 ലക്ഷം രൂപ KSFE പേഴ്സണൽ ലോൺ എടുക്കണം. അതൊക്കെ ഞങ്ങൾ എങ്ങനെ വീട്ടോടാണ്? 15 ലക്ഷം രൂപ എടുത്തിട്ട് ഇപ്പോൾ ശ്രീറാം ഫിനാൻസിൽ നിന്ന് പേഴ്സണൽ ലോൺ എടുത്തിട്ട് തന്നെ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ വീട്ടും? എന്ത് ജോലി ചെയ്തിട്ട് ഞങ്ങൾ ജീവിക്കണോ മരിക്കണോ എന്ന് തന്നെ യഥാർത്ഥത്തിൽ അറിയില്ല. ഇവരെ കണ്ടില്ലായിരുന്നു. ഈ ഗവൺമെൻറ് ലോ കോളേജിലെ ഈ സ്റ്റുഡൻസിനെയും ഈ ബിലാൽ സാർ അതിൻ്റെ കോർഡിനേറ്ററാണ്, ആ ബിലാൽ സാറിനെയും കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ആത്മഹത്യയുടെ ചെയ്തു പോയേനെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഉറപ്പിച്ച് കഴിഞ്ഞ് ജീവിക്കാൻ ഞങ്ങൾ പല തവണ അതിന് ശ്രമിച്ചതാണ്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഭക്ഷണ മാലിന്യങ്ങൾ വനത്തിൽ കൊണ്ടുപോയി തള്ളുന്നു എന്ന വ്യാജ പരാതിയിൽ പന്നി ഫാം ഉടമയ്ക്കും ഭാര്യയ്ക്കുമെതിരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കേസെടുത്തിട്ടുണ്ട്. ഈ ഒരു വ്യാജ പരാതി നൽകിയത് പാലോട് റേഞ്ച് ഓഫീസർ വിപിൻ ചന്ദ്രനാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നത് ആ പന്നി ഫാം ഉടമയുടെ ഭാര്യയാണ്. എന്താണ് പേര്? ഞാൻ ഷീബ. എന്തായിരുന്നു സത്യത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം 14-ാം തീയതി ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നും മലിനജലം ഒഴുക്കി എന്ന് പറഞ്ഞ് ഞങ്ങളെ ലൈസൻസ് പുതുക്കി തന്നില്ലായിരുന്നുവെങ്കിലും പിന്നെ ഞങ്ങൾ അതിനെതിരെ ട്രിബ്യൂണലിൽ പോയി അത് 10-ാം മാസം വരെയുള്ള നടത്തിപ്പിനുള്ള അനുമതി വാങ്ങിയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഹൈക്കോർട്ടിൽ നിന്നും പേപ്പർ ലഭിച്ചിരുന്നു. ഞങ്ങൾക്കുള്ള സംരക്ഷണത്തിനും പന്നികളുടെ ഫുഡ് കൊണ്ടുവരാനുമായിട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പേപ്പർ കിട്ടിയായിരുന്നു. ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ പാലോട് റേഞ്ച് ഓഫീസറായ വിപിൻ ചന്ദ്രൻ സാറിൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞായിരുന്നു കിട്ടിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല, ഫുഡ് കൊണ്ടുപോയിക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. ഞങ്ങൾ ഹോട്ടലിൽ നിന്നുള്ള മിച്ച ഭക്ഷണമാണ് ഫുഡായിട്ട് അടച്ചുമൂടിയ കണ്ടെയ്നർ വാഹനത്തിലാണ് കൊണ്ടുവന്നത്. അങ്ങനെയാണ് അതിൻ്റെ നിബന്ധന എന്ന് പറഞ്ഞാൽ അടച്ചുമൂടിയ കണ്ടെയ്നർ വാഹനത്തിൽ മിച്ച ഭക്ഷണം ശേഖരിക്കുക. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഈ കഴിഞ്ഞ 14-ാം തീയതി രാത്രി 8 മണിക്ക് ഫോറസ്റ്റ് ഓഫീസർ അടങ്ങുന്ന സംഘം ഞങ്ങളുടെ വണ്ടി അനധികൃതമായി പിടിച്ചെടുത്തു. മാലിന്യമാണെന്ന് മുദ്രകുത്തി റേഞ്ച് ഓഫീസിൽ കൊണ്ടുപോകുന്ന സമയം എൻ്റെ അടുത്ത് 1.5 ലക്ഷം രൂപ കൈക്കൂലിയായിട്ട് 1.5 ലക്ഷം രൂപ എൻ്റെ അടുത്ത് കൈക്കൂലിയായിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ 1.5 ലക്ഷം രൂപ കൊടുക്കാനില്ല. എങ്ങനെ ഞാൻ നോക്കിയാലും എൻ്റെ കയ്യിൽ 1.5 ലക്ഷം രൂപ വരില്ല. അപ്പോൾ പിറ്റേന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 25,000 രൂപ തന്നാൽ വണ്ടി തിരികെ ഞങ്ങൾ വിട്ടുതരാം എന്ന് പറഞ്ഞു. അപ്പോൾ 25,000 രൂപ ഞാൻ കൊടുത്തിട്ട് എന്ന് പറഞ്ഞാൽ കാല് പിടിക്കുകയാണ് ചെയ്തത്. എൻ്റെ പന്നികളെല്ലാം മരിക്കാവുന്ന അവസ്ഥയിലാണ്. ഫാമിലിപ്പം 100ഓളം പന്നികളുണ്ട്. 200 പന്നിയിൽ പുറത്തുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ഫുഡ് കിട്ടാത്തതിനെ തുടർന്ന് അത് അവശ നിലയിലേക്കായി. കുറേയൊക്കെ വിറ്റായിരുന്നു. 30ഓളം പന്നികൾ ചത്തുപോയി. 50ഓളം പന്നികൾ ഇപ്പോഴും ഫുഡൊന്നും കിട്ടാതെ അവശ നിലയിലാണുള്ളത്. അപ്പോൾ പിന്നെ അതിനെതിരെ ഫുഡ് കൊണ്ടുവന്ന് ഈ മാലിന്യമാണെന്ന് മുദ്ര കൊത്തി അതേ വണ്ടിയിൽ തന്നെ ബീറ്റ് ഫോറസ്റ്ററും കൂടി ചേർന്ന് ഫുഡ് കൊണ്ടുവരണ CC ക്യാമറ ദൃശ്യവും ഈ ലോ കോളേജിലെ സ്റ്റുഡൻസ് എടുത്തിട്ടുണ്ട്. അവരെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട്. അവരില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കിന്ന് ഈ ഒരു കഥ ഒരിക്കലും പുറത്തു വരില്ലായിരുന്നു. അവരുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളിന്ന് പുറത്തായത്. കാര്യമെന്ന് പറഞ്ഞാൽ 7ഓളം വകുപ്പുകൾ അനധികൃതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫോറസ്റ്റിൽ വന്യജീവി സംരക്ഷണം അങ്ങനെ ഒരു നിയമമുണ്ട്, അതിനെ ഞങ്ങൾ മറികടക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് നിബന്ധനകളിട്ട് ഞങ്ങളെ 7 വർഷം വരെ കഠിന തടവ് കിട്ടാവുന്ന രീതിയിലാണ് ഇവർ ഞങ്ങൾക്കെതിരെ കേസെടുത്തത്. ഞാൻ ഈ സുഖമില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഞങ്ങൾക്ക് 55 ലക്ഷം രൂപ പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞാൽ KSFE പേഴ്സണൽ ലോണും 15 ലക്ഷം രൂപ ശ്രീറാം ഫിനാൻസിൽ നിന്ന് എടുത്തിട്ട് 1 വർഷം ആവുന്നതേ ഉള്ളൂ. അതും കൂടെ എടുത്താണ് ഞങ്ങൾ ഈ ഫാം ചെയ്യുന്നത്. ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണിത്. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ അറിയാം. ഞങ്ങൾക്ക് അറിയാവുന്ന ഏക ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന പോലെ ഞങ്ങൾ ചെയ്യുന്ന ഒരു തൊഴിലാണ് ഈ പന്നിയെ വളർത്തുക എന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആ മലിനജലം പുറത്തേക്ക് ഒഴുകി. ഇപ്പോൾ അവിടെ വന്ന് നോക്കിയാൽ തന്നെ ഒന്നുമില്ല. എന്തെങ്കിലും ഒരു ഫാൾട്ടുണ്ടെങ്കിൽ പഞ്ചായത്തായാലും ഞങ്ങൾക്ക് ചൂണ്ടിക്കാട്ടി തരാനുള്ളതാണ്. പെട്ടെന്നൊരു 10 വർഷം കൊണ്ട് നടത്തുന്ന ഒരു ഫാമിൽ പെട്ടെന്ന് വന്നിട്ട് ഇത് അടച്ചു പൂട്ടണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നീതിയുള്ളത്? അപ്പോൾ ഞങ്ങൾക്ക് ഫാൾട്ടുകൾ കാണിച്ചു തരികയല്ലേ വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാന സൂത്രധാരൻ ജയമോഹൻ എന്നൊരു വ്യക്തിയുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഞങ്ങളുടെ ഈ ഫാമിൻ്റെ തൊട്ടടുത്ത് ഒരു ഹോം സ്റ്റേ ഉണ്ട്. പഞ്ചായത്ത് ലൈസൻസ് പോലും ഇല്ലാതെയാണ് അത് പ്രവർത്തിക്കുന്നത്. അത് അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ കാടിനകത്ത് കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് വേറൊന്നുമില്ല. ഇങ്ങനെ ഈ തള്ളുന്നു എന്നാണല്ലോ ഈ ഒരു ഗുരുതരമായ ഒരു ആരോപണമാണല്ലോ വന്നത്.
വനത്തിൽ തള്ളുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ വനത്തിൽ നോക്കിയാൽ ഈ വക കാര്യങ്ങളൊന്നുമില്ല. വനമൊക്കെ നല്ല, ഞങ്ങൾ പോകുന്ന ആ റൂട്ടൊക്കെ നല്ല ഒരിതായിട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിൽ നിന്നും 2.5 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഞങ്ങൾ ഈ പതിവ് വസ്തുവാണത്. 90 വർഷക്കാലം ഉപയോഗിക്കുന്ന വഴിയാണത്. അപ്പോൾ ആ വഴിയൊന്നും ചെയ്യാൻ പറ്റില്ല. വഴി അടയ്ക്കും എന്നൊക്കെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് 90 വർഷം കൊണ്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വഴി ഫോറസ്റ്റുകാർക്കൊന്നും അടയ്ക്കാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾ നിയമ വിദ്യാർത്ഥികളും നിയമം പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. പിന്നെ ഈ ജയമോഹൻ ഒറ്റൊരാളുടെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ ഫോറസ്റ്റ് ഓഫീസർ ഈ റേഞ്ച് ഓഫീസർ പോലും ഇത് ചെയ്തത് അദ്ദേഹത്തിൻ്റെ നിബന്ധനകൾക്ക് വിധേയമായാണ്. എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഫുഡ് സംഭരിക്കാൻ പോകുന്ന സമയത്ത് വണ്ടി അവിടെ തടഞ്ഞു. ഈ ജയമോഹൻ എന്ന് പറയുന്ന ആൾ വണ്ടി തടഞ്ഞിട്ട് റേഞ്ച് ഓഫീസറെ വിളിക്കുകയാണ്. ആ 14-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി സമയത്ത് എന്തെങ്കിലും കോൾ ലിസ്റ്റ് പരിശോധിക്കാൻ പറ്റുമെങ്കിൽ അറിയാൻ പറ്റും. പരിശോധിച്ചാൽ പറഞ്ഞാൽ അവൻ പൊയ്ക്കോട്ടെ, പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാമെന്ന് റേഞ്ച് ഓഫീസർ പറയുന്നുണ്ട്. അത് ഈ ഡ്രൈവർ കേൾക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ലൗഡ് സ്പീക്കർ വിപിൻ ചന്ദ്രൻ സാർ പറയുകയാണ്. അപ്പോൾ ഈ ഡ്രൈവർ കേൾക്കണം. അപ്പോൾ ഡ്രൈവർ എന്നെ വിളിച്ചിട്ട് ചേച്ചി ഇങ്ങനെ. അപ്പം ഞാൻ ഇല്ല, ഹൈക്കോടതിനെ ധിക്കരിക്കാൻ ആർക്കും പറ്റില്ല, നമ്മൾ വേറൊന്നും അല്ലല്ലോ, അതിനുള്ള ഫുഡല്ലേ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ് അവന് ധൈര്യം കൊടുത്ത് വിട്ടത് ഞാനാണ്. പക്ഷേ രാത്രി 8 മണിക്ക് വന്നതോടുകൂടി മാലിന്യമാണെന്ന് മുദ്ര കുത്തി ഇതിനെ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിൽ വേറൊന്നും ഇല്ലായിരുന്നു. അതിനുള്ള മിച്ച ഭക്ഷണം കേരള ലൈഫ് സ്റ്റോക്ക് ഇത് പ്രകാരം ഹോട്ടലിൽ നിന്നുള്ള മിച്ച ഭക്ഷണവും കോഴിയുടെ അറവ് മാലിന്യങ്ങളും പന്നിക്ക് ഭക്ഷണമായി കൊടുക്കാമെന്ന് കേരള ലൈഫ് സ്റ്റോക്കിൽ തന്നെ ഉണ്ട്, റൂൾസിലുണ്ട്. അങ്ങനെ ഇതൊക്കെ ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് വിപിൻ ചന്ദ്ര സാർ പറഞ്ഞാണോ ഇവർ കുറേ നിയമവും പഠിച്ചിട്ട് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള, അങ്ങനെ ചിരിച്ച് വെറുതെ കളയും. നീ എല്ലാം വാരിക്കെട്ടി പൊക്കോണം. എൻ്റെ അടുത്ത് ആദ്യം പോയപ്പോൾ പറഞ്ഞൊരു കാര്യം ഇതാണ്, നീ ഇതെല്ലാം വാരിക്കെട്ടി മതിയാക്കി പൊക്കോളണം. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു, സാർ എങ്ങനെയാണ് സാർ ആ പന്നിക്ക് ഫുഡ് കൊടുക്കണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അങ്ങനെയാണെങ്കിൽ നീ കുറച്ച് വിഷം വാങ്ങി അതിനിട്ട് വിടും. അങ്ങനെയാണ് തിരിച്ച് പ്രതികരണം ഉണ്ടായത്. സാർ ഞങ്ങൾക്ക് ഇതല്ലെങ്കിൽ ഒരു ജീവിതമാർഗ്ഗമില്ല എന്ന് പറഞ്ഞാൽ 55 ലക്ഷം രൂപ KSF പേഴ്സണൽ ലോൺ എടുക്കണം. അതൊക്കെ ഞങ്ങൾ എങ്ങനെ വീട്ടുന്നതാണ്? 15 ലക്ഷം രൂപ എടുത്തിട്ട് ഇപ്പോൾ ശ്രീറാം വിലയൻസിൽ നിന്ന് പേഴ്സണൽ ലോൺ എടുത്തിട്ട് തന്നെ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ എന്ത് ജോലി ചെയ്തിട്ട് ഞങ്ങൾ ജീവിക്കണോ മരിക്കണോ എന്ന് തന്നെ യഥാർത്ഥത്തിൽ അറിയില്ല. ഇവരെ കണ്ടില്ലായിരുന്നു. ഈ ഗവൺമെൻറ് ലോ കോളേജിലെ ഈ സ്റ്റുഡൻസിനെയും ഈ ബിലാൽ സാർ അതിൻ്റെ കോർഡിനേറ്ററാണ്. ആ ബിലാൽ സാറിനെയും കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ആത്മഹത്യയുടെ ചെയ്തു പോയേനെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഉറപ്പിച്ച് കഴിഞ്ഞ് ജീവിക്കാൻ ഞങ്ങൾ പല തവണ അതിന് ശ്രമിച്ചതാണ്. ഒന്നാമത് എവിടെ കാര്യത്തിൽ ഞങ്ങൾ ജീവിക്കണോ മരിക്കണോ ആ ഒരു ഇതിലാണ് ഞങ്ങൾ നിൽക്കുന്നത് പോലും. അപ്പോൾ ഇതും കൂടെ ആയപ്പോൾ അപ്പോൾ ഇവർ പോലും ഇല്ലാതിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഈ കള്ളക്കേസിൽ ഞങ്ങൾ കൊടുക്കില്ലായിരുന്നു. 7ഓളം വർഷം ഞാനും എൻ്റെ ഭർത്താവും ജയിലിൽ പോയി കഴിഞ്ഞാൽ ഈ സുഖമില്ലാത്ത കൊച്ചിന് ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി? കേസിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഒളിവിലെന്ന് പറഞ്ഞ് പോയിട്ട് 22ഓളം ദിവസമായി. അപ്പോൾ ഞങ്ങൾക്ക് മെനിങ്ങാന്നാണ് ജാമ്യം കിട്ടിയത്. അപ്പോൾ എവിടെയും കൊണ്ട് പോയപ്പോൾ ഇവർക്ക് നല്ല സുഖമില്ലാതായി. പിന്നെ അവസാനം ഞങ്ങൾക്ക് ഒരു രക്ഷയില്ലാതെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് വന്ന് റൂം എടുത്ത് താമസിക്കേണ്ടത്, പിടിക്കണമെങ്കിൽ പിടിച്ചോട്ടെ എന്ന് വിചാരിച്ച് എന്നെയാണ് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് വന്ന് താമസിച്ചിട്ട് പിന്നെ മുൻകൂർ ജാമ്യത്തിന് പോകുമ്പോൾ മൊത്തം ഈ ഫോറസ്റ്റുകാർ ഞങ്ങൾക്കെതിരെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അവർ റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് ജാമ്യം എടുത്തു തരാൻ പറ്റൂ. ഇവർ മനഃപൂർവ്വം വച്ച് താമസിപ്പിച്ച് റിപ്പോർട്ട് കൊടുത്തില്ലായിരുന്നു. ലാസ്റ്റ് ഇപ്പോൾ ഈ 4-ാം തീയതിയാണ് ഞങ്ങൾക്ക് ജാമ്യം കിട്ടിയത്. അപ്പോൾ ഇന്നലെ ചെന്ന് സൈൻ ചെയ്തായിരുന്നു, ഫോറസ്റ്റ് ഓഫീസിൽ ചെന്ന് സൈൻ ചെയ്ത്. അപ്പോൾ റേഞ്ച് ഓഫീസർ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഉറങ്ങിയിട്ട് 20 ദിവസം ആവണം. അപ്പോൾ സാർ ഉറങ്ങിയിട്ട് 20 ദിവസം, കാരണം കള്ളക്കേസാണെന്ന് ഇത് തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ സാർ ഉറങ്ങിയിട്ട് 20 ദിവസം ആവണം. അപ്പം ഞാൻ പറഞ്ഞു, സാർ നേരെ തിരിച്ച് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സാറൊന്ന് ചിന്തിച്ച് നോക്കണം. ഇപ്പം ഞങ്ങൾക്ക് ഇവരുടെ സഹായം ഇല്ലാതെ ഇത് തെളിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ 7 വർഷം ഞങ്ങൾ ജയിലിൽ പോകില്ലായിരുന്നു. ഞങ്ങളുടെ അവസ്ഥ എന്തായാലും, അതല്ലെങ്കിൽ ഞങ്ങൾ മരിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനം. ഒരു കുടുംബത്തെ ഈ ഉദ്യോഗസ്ഥർ ശ്രമിച്ചാൽ എന്ത് വേണോ നടക്കുമോ? അവരെ പേനയുടെ തുമ്പിലുള്ള ഈ പാവപ്പെട്ട ഞങ്ങളുടെ ജീവിതം മൊത്തം ഇരിക്കണം അവരുടെ പേനയുടെ തുമ്പിലല്ലേ. എത്ര നിങ്ങളുടെ ആവശ്യം എന്താണ്? ഞങ്ങൾക്ക് അവിടെ നടത്തിക്കൊണ്ട് പോകണം. ഞങ്ങൾക്ക് അവിടെ നടത്തിയപ്പെട്ടു. പന്നിക്കുള്ള ഫുഡ് മാലിന്യം അല്ല, അത് ഹോട്ടൽ മിച്ച ഭക്ഷണമാണ്. ആ മിച്ച ഭക്ഷണം കൊടുക്കേണ്ട റൈറ്റ് ഉണ്ട്. ഈ ഹൈക്കോടതി ഇതിൽ തന്നെ ഉണ്ട്, മിച്ച ഭക്ഷണം കൊടുക്കേണ്ട റൈറ്റ് ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ അതുവഴി കൊണ്ടുപോകാൻ ഇവർ സമ്മതിക്കുന്നില്ല? പിന്നെ ഈ ജയമോഹൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ പോലും ഒരു വെട്ടുകത്തി എടുത്ത് വെച്ചിട്ട് വീശി ഞങ്ങൾ വെട്ടും എന്നുള്ള ആക്ഷനിൽ വീശിക്കൊണ്ട് നിൽക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ഈ റേഞ്ച് ഓഫീസർ ഞങ്ങളുടെ വണ്ടി പിടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം. അയാൾക്ക് ശരിക്കും പണമുണ്ട്, അതിൻ്റെ പേരിൽ ഞങ്ങളെ ചൂഷണം ചെയ്യണേണ്. ഇദ്ദേഹത്തിന് ഞങ്ങളുടെ സ്ഥലം കൂടി വാങ്ങിയാൽ മാത്രം അവർക്ക് അവരുടെ സാമ്രാജ്യമായി മാറും. പക്ഷെ ഞങ്ങൾക്കത് കളഞ്ഞിട്ട് പോകാം. ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ അവിടെ ജീവിക്കും, മരിക്കുന്നെങ്കിൽ അത് അവിടെ തന്നെ ആയിരിക്കും. ഞങ്ങൾക്കത് കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല.
എന്തായാലും ഇപ്പോൾ ഇവരുടെ അവസ്ഥ ഇതാണ്. ഈ ചേച്ചിയുടെ മകളാണ്, ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയാണ്. ഈ ഒരു റേഞ്ച് ഓഫീസറും മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ, അതായത് ജയമോഹൻ, വിപിൻ ചന്ദ്രൻ എന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ എതിരെ നടപടി എടുക്കേണ്ടത് അത്യാവശ്യമാണ്. 100 പന്നികളായിരുന്നു ആ ഒരു ഫാമിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിന് ഭക്ഷണം കിട്ടാതെ 50 പന്നികൾ ചത്തുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 50 പന്നികൾ മാത്രമാണ് അവിടെയുള്ളത്. മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവരുടെ ഉപജീവന മാർഗ്ഗമാണ്. KSEBയിൽ നിന്നും ലോൺ എടുത്താണ് ഈ ഒരു ഫാം നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു വലിയൊരു ആരോപണം ഇവർക്ക് നേരെ ഉയർന്നാൽ അത് വലിയ രീതിയിൽ ഇവരുടെ ഉപജീവന മാർഗ്ഗത്തെ തന്നെ ബാധിച്ചേക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തീർച്ചയായും ഇതിനെതിരെ ഒരു നടപടി എടുക്കണമെന്നുള്ള കാര്യവും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.